ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് വീഡിയോകൾ പ്രചരിപ്പിച്ചതിന് യൂട്യൂബിനും ഗൂഗിളിനുമെതിരെ മാനനഷ്ട കേസ് നൽകി ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും. ഏകദേശം 4 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി താരദമ്പതികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഐശ്വര്യ റായ് ബച്ചനും അഭിഷേക് ബച്ചനും യൂട്യൂബിനും അതിന്റെ മാതൃ കമ്പനിയായ ഗൂഗിളിനുമെതിരെ 4 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് തന്റെ പേരും ചിത്രങ്ങളും ദുരുപയോഗം ചെയ്തുവെന്ന് ആരോപിച്ച് ഐശ്വര്യ റായ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. അനുമതിയില്ലാതെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് തടയണമെന്നും സ്വകാര്യത സംരക്ഷിക്കണമെന്നും താരങ്ങൾ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഡീപ് വീഡിയോകളിൽ തങ്ങളുടെ ശബ്ദങ്ങൾ, ചിത്രങ്ങൾ എന്നിവ ദുരുപയോഗം ചെയ്യുന്നതോ തെറ്റായി പ്രതിനിധീകരിക്കുന്നതോ ആയ ഏതെങ്കിലും ഉള്ളടക്കം പ്രചരിപ്പിക്കുകയോ അതുവഴി പണം സമ്പാദിക്കുകയോ ചെയ്യുന്നത് തടയണമെന്നും ഇതിന് സ്ഥിരമായ നിരോധനം ഏർപ്പെടുത്തണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ബോളിവുഡ് ഇഷ്ക് എന്ന യൂട്യൂബ് ചാനലിനെയാണ് ഐശ്വര്യയും അഭിഷേകും ഹർജിയിൽ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത്. ഈ ചാനലിൽ കൃത്രിമമായി നിർമ്മിച്ച 259 വീഡിയോകൾ ഉണ്ടെന്നും ഇവർക്ക് 16.5 ദശലക്ഷത്തിലധികം കാഴ്ചക്കാരുണ്ടെന്നും പറയുന്നുണ്ട്. സംഭവത്തിൽ ഗൂഗിളിന്റെ നിയമോപദേശകനോട് രേഖാമൂലം മറുപടി നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. 2026 ജനുവരി 15-നാണ് കേസിൽ അടുത്ത വാദം നടക്കുക. നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.